ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? കനസാവ എന്ന് തുടങ്ങിയ സ്ഥലത്താണ്. ഞാൻ എൻ്റെ ജപ്പാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു, പോയ സ്ഥലത്തേക്ക് എടുത്തു. പക്ഷെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തൊരു വ്ളോഗ് എടുക്കാൻ കുറേ ദിവസം എടുക്കണം, ഇനിയും കുറേ ദിവസം എടുക്കുമായിരിക്കും. സോ ഐ വാസ് തിങ്കിങ് ഇന്ന് വെറുതെ നമ്മുടെയൊക്കെ കുറച്ച് സംസാരവും കുറച്ച് നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ കാര്യമായിട്ടൊക്കെ ബെറ്റർ അമ്മുവൊക്കെ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലാതെ ഞങ്ങളുടെ കുറച്ച് സംസാരമൊക്കെ വെച്ചിട്ട് ലിറ്റിൽ ഹൂ നോസ് മീ ബെറ്റർ ആണോ, ഒരു ചിറ്റ് ചാറ്റ് വിത്ത് മൈ ഗേൾസ് ആണോ എന്നാണെങ്കിൽ ഞാനിത് ടൈറ്റിൽ ഇടാൻ പോലും എനിക്ക് തന്നെ അറിയത്തില്ല. എന്നാലും എന്തെങ്കിലും കുറച്ച് സംസാരവും എന്തെങ്കിലും കുറച്ച് രസകരമായ ഒരു ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ ആസ് വെച്ചിട്ട് ആൽ പുട്ട് എ വ്ളോഗ്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള എൻ്റെ ഡിസൈറിലെ മാലയില്ലേ, 2 കളർ മുത്തുള്ള മാല, അത് പൊട്ടിപ്പോയി. പൊട്ടിയത് മാലയുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഞാനൊരു ബ്ലൂ കളർ സ്വെറ്റർ ടോപ്പ് ഇട്ടിരുന്നു മെനിഞ്ഞാന്ന്. അപ്പോൾ ആ ടോപ്പിലിങ്ങനെ ഇങ്ങനെ ഇളകിയിരിക്കുന്ന പറ്റിയില്ല. ഞാൻ ആ ടോപ്പ് ഇങ്ങനെ ഊരിയപ്പോൾ മാല അതിൽ കുടുങ്ങിയിട്ട്, ഞാൻ വലിച്ചങ്ങ് ഊരിയപ്പോൾ മാലയുടെ കൊളുത്ത് അതിൽ കുടുങ്ങിയിട്ട് അങ്ങ് പൊട്ടിപ്പോയി. നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് കൊണ്ടുപോയി റിപ്പയർ ചെയ്യാം. ഇതാണോ ടാക്സി? ഊബർ ഇവിടെ ഊബറില്ല, വേറെ ഏതോ ആണ്. വിളിച്ച ഉടനെ വരും, പെട്ടെന്ന് എത്തും. അങ്ങനെ എൻ്റെ മാല പൊട്ടി. അങ്ങനെ ഞാനിതൊരു ഡ്യൂപ്ലിക്കേറ്റ് മാല വാങ്ങി. പക്ഷെ അതും കണ്ടിട്ട് സ്വർണം പോലെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. എൻ്റെ ലോക്കറ്റിൽ ഇടാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. നമുക്ക് പോകാനുള്ള കാറ് വന്നു. രണ്ടുപേരും അകത്ത് ഷൂസ് കാണുന്ന പോലത്തെ എന്തോ ഫോട്ടോ എടുക്കുക. എത്ര സോക്സാ ബേബി? ഇഷാനിന്റെ ഫ്രോക്ക്, ഷാനിന്റെ സ്റ്റോക്കിംഗ്. ഷാനി ഫ്രോക്ക് എനിക്ക് തന്നത് because she didn't want it. Oh, it was not fitting me. It was tight for me. Yeah. ഇഷാനിയുടെ ആണ്. എവിടെ നിന്ന് വാങ്ങിയതാ? Savannah or അല്ലല്ല Urbanic. നോക്കട്ടെ, കാണുന്നില്ലല്ലോ മനസ്സ്. കാണിച്ചു കൊടുക്ക്. ഞാൻ ഇത് ഇന്നലെ ഇവിടെ നിന്ന് വാങ്ങിച്ചൊരു ഫ്രോക്ക്. ഏത് കടയിൽ നിന്ന്? പിന്നെ ഇവിടുത്തെ കട SP Ray. കടയുടെ പേരാ SP Ray. അവിടെ എല്ലാം കുറച്ച് വില കുറവായിരുന്നു than other shops. കൊള്ളാമല്ലോ. നീ അപ്പോൾ ഇത് ഇങ്ങനത്തെ കണ്ടിട്ട് ഇവക്ക് പറഞ്ഞു കൊടുക്കാത്തഎന്താ? ഇവളൊന്നുമില്ല, നമ്മൾ ഇറങ്ങിയില്ല, ഓർക്കുന്നുണ്ടോ? ഹൻസിന് ഇങ്ങനത്തെ വേണോ? ഇതാ വേണമായിരുന്നു, ബട്ട് ചെക്ക് ഏത് ഭാഷയാ? ജാപ്പനീസ്. എന്താ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? താങ്ക് യു വെരി മച്ച്. Thank you very much. Arigatou gozaimasu. അരികത്ത് Gozaimasu. ഞാൻ ഷിൻചാന്റെ മുസായി മോസിയാക്കി. Shinchan has Musai Mosi. That's Shinchan's mother's younger sister. എന്താ? Musai Mosi. മുസായി മോസ്. അത് ഹിന്ദി ഷിൻചാനാണ്, ജാപ്പനീസ് അല്ല. പക്ഷെ നമുക്കൊരു ഫീൽ ലൈക്ക് ഷിൻചാൻ ഹിന്ദിയാ I പറയുന്നത്. know, like Shinchan ഹിന്ദി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പോകും. നീ ഷിൻചാന്റെ 2 ഡയലോഗ് ഹിന്ദി പറയാം. Mom, ഇവരിക്കായി. കുറച്ചുകൂടെ ഫേസ് ഇങ്ങോട്ട്, കുറച്ച് ബാക്കിലോട്ട്.
ഇല്ല ആൾക്കാർ എന്നെ ട്രോളും. പറഞ്ഞ ഡയലോഗ് ഓർമ്മല്ല. ഹിമവരി പുഡിംഗ് ചെയ്യേക്ക്. ബാക്കി अरे वेल मेरी खास दोस्त कजम है. ഇങ്ങോട്ട് നോക്കി പറ. ये है मेरा एक्शन कमीन. ഏ ഹേ മേരാ ആക്ഷൻ കമീൻ. ആക്ഷൻ. ഷിൻചാൻ ഇഷ്ടമുള്ള ക്യാരക്ടർ ആക്ഷൻ കമീൻ. കൊള്ളൂലല്ലേ? കൊള്ളാം. പ്ലീസ് നാളെ ഇത് വെളിയിൽ വന്നാൽ ഞാൻ അമ്മ ഇടിക്കും. ഞാൻ ഇടുന്നുണ്ട് എൻ്റെ വ്ളോഗില്. ഹൻസിന് ജപ്പാൻ ഇഷ്ടപ്പെട്ട? ഇറ്റ് വാസ് എ ബിഗ് ഡ്രീം ടു കം ഹിയർ അല്ലേ? ഹൗ ഡു യു ഫീൽ? ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് വെച്ചാൽ ഐ ലൈക്ക് ചെറി ബ്ലോസം. വീഡിയോ എടുക്കണ്ടേ? Hansika is performing for me. Is giving me a bite. ബൈറ്റ്. ആൾക്കാരുണ്ട്. എനിക്ക് ഇഷാന്റെ ഫോണിൽ തന്നെ എടുക്കണം. റൈറ്റ്. ചെറി ബ്ലോസത്തിൻ്റെ കൊഴിഞ്ഞ ഇതളുകൾ കിടക്കുന്ന നോക്കി. Look at that. ഇവിടുത്തെ ഒരു ടെമ്പിളിലായിരുന്നു വന്നേ. ടെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവരാരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യും. വെരി ഇൻട്രസ്റ്റിംഗ്. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ഇതേതോ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഒരു മിനിറ്റ്, ഹാൻസ് കുട്ടി എന്നെ വിളിക്കുന്നു. അവൾക്കൊരു വീഡിയോ എടുത്തു കൊടുത്തിട്ട്. എൻ്റെ പുതിയ ഫോണാണ്, എല്ലാവർക്കും എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കണം. But it's so beautiful. പെറ്റൽസ് ഇങ്ങനെ കാറ്റിൽ താഴോട്ട് വീഴുന്നതാണ്. എന്ത് രസം. ഇവരോട് നമുക്ക് നാളേക്ക് ഒരു ഫോട്ടോ എടുത്തരാൻ പറ്റാം. ജപ്പാനിൽ ആൾക്കാർ ഇടുന്ന ഡ്രസ്സിൽ ഒരു 80% ഓഫ് ആൾക്കാർ എപ്പോൾ നോക്കിയാലും ബ്ലാക്കാണ്, കൂടുതലും ബ്ലാക്കാണ് കാണുന്നത്. വൈറ്റ് ഷർട്ട്സ് ചിലപ്പോൾ അകത്ത് കാണാറുണ്ട്. ലേഡീസ് ആയാലും മാക്സിമം നമ്മൾ സ്ഥിരം കാണുന്ന കളർ മെജോറിറ്റി ബ്ലാക്ക് ആയിരിക്കും. പിന്നെ കുറച്ച് ബ്രൗൺസ്, കുറച്ച് വൈറ്റ്സ്, കുറച്ച് ഗ്രേ, അതിലൊക്കെയാണ് കൂടുതൽ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ നമ്മളവിടെ ഇങ്ങനെ വൈബ്രൻ്റ് എല്ലാ കളേഴ്സും നമുക്ക് കാണാൻ പറ്റില്ല. എവിടെ നോക്കിയാലും ബ്ലാക്ക്, ബ്രൗൺ, വൈറ്റ്, ഗ്രേ, ഈ 4 കളറുമാണ് കൂടുതലും. ആൻഡ് ബ്ലാക്ക് ഏറ്റവും അധികം. നമ്മളൊരു 20 ആൾക്കാരെ കണ്ട ഒരു 15 പേര് എന്തായാലും ബ്ലാക്ക് ആയിരിക്കും. 1-2 പേര് ബ്രൗണും വൈറ്റും ഗ്രേയും തീർന്നു. നമ്മളൊക്കെ ഇടുന്ന പോലെ ബ്രൈറ്റ് കളേഴ്സൊക്കെ കുറച്ച് റെയറാണ്. കൂടുതലും ടൂറിസ്റ്റുകൾ ബ്രൈറ്റ് കളേഴ്സ് ഇട്ട് ഞാനിവിടെ നോട്ടീസ് ചെയ്തത്. കടകളിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ പോയി നോക്കുമ്പോൾ കൂടെ മിക്കതും ഈ പറഞ്ഞ ഷെയ്ഡ്സാണ് കൂടുതലും ഉള്ളത്. നല്ല ഭംഗിയില്ലേ ഇവിടെ നിന്ന് കാണാൻ? നല്ല സ്ഥലം. ഈ ഒരു നമ്മൾ വന്നേക്കുന്ന ഈ ഒരു പ്ലേസ് അധികം ടൂറിസ്റ്റുകൾ വരാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ലെസ് ക്രൗഡഡ് ആണ്, വലിയ തിരക്കൊന്നുമില്ല. ഇന്നിവിടെയും കുറച്ച് സായിപ്പ് മദാമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷുകാർ കുറവായിരുന്നു, ഇങ്ങനെ ഫ്രഞ്ചൊക്കെ ആയിരുന്നു ആരൊക്കെയോ. കുട്ടികൾ അതിനകത്ത് കയറ്റത്തില്ല. അതുകൊണ്ട് കുട്ടികളുള്ള 1-2 കപ്പിൾസ് ഉണ്ടായിരുന്നു. അകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴത്തേക്ക് കുട്ടികൾ ഉള്ള എന്തുകൊണ്ട് കുട്ടികൾ ബഹളം വയ്ക്കുന്നത് വെച്ചിട്ടായിരിക്കാം, കുറച്ച് പീസ്ഫുൾ ആയിരുന്നു അകത്ത്. ഇവിടെ എവിടെ ഏത് മുക്കിൽ മൂലയിൽ നോക്കിയാലും ഇതുപോലത്തെ ജ്യൂസ് വെൻഡിങ് മെഷീൻസ് കാണും. നമ്മൾ കടയിലൊക്കെ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ നോട്ടിട്ട് കൊടുക്കുമ്പോൾ ആ ബാലൻസ് ഒക്കെ അതുപോലെ തന്നെ അതിൽ കൂടെ വരും കേട്ടോ. കൊള്ളാം. വളരെ അച്ചടക്കമുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇവരിങ്ങനെ ആരെയും ഇമ്പ്രസ് ചെയ്യാൻ ആയിട്ടുള്ളൊരു മൂഡിലൊന്നും അല്ല അവർ. കാരണം ബ്യൂട്ടിഫിക്കേഷനൊക്കെ പലയിടത്തും, ഈവൻ ടോക്കിയോയിൽ പോലും ബ്യൂട്ടിഫിക്കേഷൻ ഞാൻ അധികം കണ്ടില്ല.
ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ പൂക്കളും വേറെ നമ്മളിപ്പം സിംഗപ്പൂരിൽ പോയാലും എവിടെ നോക്കിയാലും ഇറ്റ്സ് ലൈക്ക് വെരി ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെടികളൊക്കെ നട്ട് നന്നായിട്ട് ട്രിം ചെയ്ത് പൂക്കളൊക്കെ ഒരേ കളറിലുള്ള പൂക്കളൊക്കെ പൂത്തേക്കുന്നത്. അതുപോലെ നമ്മൾ ദുബായിലൊക്കെ പോയി ഇറങ്ങിയാലും കാണാം, ഇങ്ങനെ എവിടെ നോക്കിയാലും പെട്ടൂണിയാസൊക്കെ ഇങ്ങനെ പൂത്ത് ഇങ്ങനെ ഓരോ കളറായിട്ട് നമ്മൾ ജമന്തി പോലത്തെ പൂക്കളും ഇങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് ആ സ്ഥലം, അതവിടുത്തെ നാച്ചുറൽ പ്ലാന്റുകളല്ല, എന്നാലും ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയാക്കിയാണ് ഒരുപാട് സിറ്റീസ് വെച്ചേക്കുന്നത്. ഇവിടെ ഇവരുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ നമുക്കൊരു എനിക്ക് കിട്ടിയൊരു തരം ഫീൽ എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ആരെയും ഇംപ്രസ് ചെയ്യാനൊന്നും അല്ല നിൽക്കുന്നത്. അവരുടെ നാട്, അവരവരുടെ കാര്യം ചെയ്യുന്നു, പോകുന്നു. ടൂറിസ്റ്റുകൾ വരുന്നു, അവർ നന്നായിട്ട് നമ്മളത് ബിഹേവ് ഒക്കെ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്തു വെച്ചിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. റിയലി ദാറ്റ്സ് എ നൈസ് ഫീലിംഗ്. ലൈക്ക് ഒന്നുമില്ല, ചില വീടുകളൊക്കെ അങ്ങനെയല്ല, ചിലപ്പോൾ അവർ ഗസ്റ്റ് വരുന്നു എന്നൊക്കെ വെച്ചിട്ട് വലിയൊരു എന്തൊന്നും കാണത്തില്ല. എനിക്ക് ഫീൽ ചെയ്താൽ ബട്ട് ചിലപ്പോൾ നമുക്കത് വളരെ ഹോംലി ആയിട്ട് ഫീൽ ചെയ്യും. വേറെ ചിലയിടത്തൊക്കെ ഭയങ്കര ഒരു ഞാനൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അറിഞ്ഞിട്ടാണ് ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനൊക്കെ കുറച്ച് മോഡിഫൈ ചെയ്യുന്ന കൂട്ടത്തിലാണ്. കുറച്ച് പൂക്കളൊക്കെ റെഡിയാക്കി എല്ലാമൊക്കെ നീറ്റാക്കി വയ്ക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ അവരുടെ ആ ഒരു ഇതിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഞാൻ പലയിടത്തും പോയിട്ട് ഞാൻ നോട്ടീസ് ചെയ്തതും അതുപോലെയായിരുന്നു. ഞാൻ ഭയങ്കര ഇപ്പം നമ്മൾ ആരുടെയെങ്കിലും ഒരു വഴി പോയി നടുക്ക് കയറി ഇങ്ങനെ ബ്ലോക്ക് ചെയ്താലും അവർ നമ്മളോട് സോറി പറയും. വളരെ പൊളൈറ്റ് ആൻഡ് വെൽ ബിഹേവ്ഡ് ആൻഡ് മോഷണം അങ്ങനെയൊന്നും ഒന്നുമില്ല. ഇനി ടൂറിസ്റ്റുകൾ വന്നിട്ടെല്ലാം കാട്ടിക്കൂട്ടിയാലേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പം ഇവിടെയൊക്കെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമ്മളെ ബാഗ് അവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ടങ്ങ് വെക്കാം, ഒട്ടും പേടിയാവത്തില്ല. വേറെ യൂറോപ്പിലും ലണ്ടനിലും ഒക്കെ ഒരിക്കലും നമുക്കങ്ങനെ പറ്റില്ല. വെച്ചിട്ട് തിരിഞ്ഞു വെക്കാൻ സാധനം കാണൂല. പോക്കറ്റിനകത്തു നിന്നൊക്കെയാണ് ഇഷാനിയുടെ മൊബൈൽ അവിടെ വെച്ച് മോഷണം പോയത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇന്ന് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമ്മൾ ടോക്കിയോ താമസിച്ചെടുത്ത ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കുറച്ച് ഓക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു. ഇന്ന് ഇവിടെ എല്ലാം ഇവരുടെ തന്നെ ഐറ്റംസ് കൂടുതലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ പലതും പിക്ക് ചെയ്ത് കഴിച്ചു. ഇഷാനി ഹൻസു കയ്യോ കുയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാമല്ലേ, അങ്ങോട്ട് പോട്ടെങ്കിൽ. അവരൊക്കെ ഇവിടെ നല്ല സ്ഥലം കേട്ടോ. ഈ തരം ചെറി ബ്ലോസത്തിന് വീപ്പിംഗ് എന്നാണ് പറയുന്നത്. വീപ്പിംഗ് സിനിമാറ്റിക് ഇട്ടേക്കുന്നോട് കാണുന്നില്ല, ഇങ്ങനെ അല്ലാതെ വീഡിയോ എടുക്കാം. പൂ കൊഴിഞ്ഞ് ആ താഴെ വീണ് കിടക്കുന്ന നോക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ധാരാളം പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് ജപ്പാനിൽ പോകാനുള്ള ഫോർമാലിറ്റീസൊക്കെ എന്താണെന്ന്. നല്ലൊരു ട്രാവൽ ടൂർ കമ്പനിയെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. പാസ്പോർട്ടൊക്കെ മോർ ദാൻ 6 month ഡേറ്റ് വേണം. കോൺടാക്ട് ചെയ്ത് അവർ എന്താണെന്ന് ചെയ്യേണ്ടത്, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നമ്മളിപ്പോൾ UK-യും യൂറോപ്പൊക്കെ പോലെ അത്രത്തോളം ബുദ്ധിമുട്ടും സ്ട്രിക്റ്റും ഒന്നുമില്ല. ഇത് ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടത് ഒരു പ്രത്യേക രീതിയുണ്ട്. ഡാർക്ക് ഷെയ്ഡ് ഡ്രസ്സ് ഇടണം, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം, അങ്ങനെ. അത് നമ്മൾ സ്ഥിരം ഫോട്ടോസൊക്കെ എടുക്കണം. നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ജപ്പാൻ വിസയ്ക്കെന്ന് പറഞ്ഞാൽ എടുത്തു തരും. നമ്മൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ബാങ്ക് ബാലൻസും നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്ത് അതിൻ്റെ 3 വർഷത്തെ ഡീറ്റെയിൽസും അത്രയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ചോദിക്കത്തില്ല. പറ്റിയാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും പെട്ടെന്ന് എടുക്കുന്ന പ്ലാൻ ആയിരിക്കത്തില്ലല്ലോ. ഒരു 6 മാസമൊക്കെ മുമ്പ് തന്നെ എപ്പോഴും നമ്മുടെ അക്കൗണ്ടിലൊക്കെ അത്യാവശ്യം ഫണ്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ ഒട്ടും ഫണ്ടൊക്കെ ഇല്ലാതിരുന്നാൽ നമുക്ക് വിസ റിജക്റ്റ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും അത്യാവശ്യം ഫണ്ടുകളും ട്രാൻസാക്ഷൻസും ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് നമുക്ക് വളരെ പ്ലസ് ആയിരിക്കും കേട്ടോ. അത് ഇവിടെ നിന്നല്ല, എല്ലാം മനസ്സിലായി. ഇവിടെ നിന്നല്ല, നമ്മൾ എവിടത്തേക്കാണ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ അക്കൗണ്ടിൽ അത്യാവശ്യം ഫണ്ട്
ഉണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ അതെപ്പോഴും എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പോയാൽ ചിലവാക്കാൻ നിങ്ങളുടെ കാശ് കാണൂല. ഇപ്പം നമ്മൾ ആരെങ്കിലും സ്പോൺസർ, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ സ്പോൺസർ ചെയ്യാം. എന്നാലും അവരവരുടെ അക്കൗണ്ടിൽ അത്യാവശ്യം കുറച്ച് ഫണ്ട് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. സോ അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഏതൊക്കെ ഇപ്പോൾ നമ്മൾ ജപ്പാനിൽ വരുമ്പോൾ എവിടെയൊക്കെ നമുക്ക് കാണാൻ താല്പര്യമുള്ളതൊക്കെ അതൊക്കെ നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് നമ്മൾ ട്രാവൽ ഗ്രൂപ്പിനോട് പറയാം. അവരും നമുക്ക് വേണ്ടി ഹോട്ടൽസൊക്കെ സജസ്റ്റ് ചെയ്ത് തരും. നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ബെസ്റ്റ് സ്ട്രീറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ള ഹോട്ടൽസ് നമുക്കും ചൂസ് ചെയ്യാം, അവരോട് പറയാം. ഇതൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന തീം പാർക്സ് അതുപോലത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇവിടെ ഡിസ്നി വേൾഡ് ഉണ്ടായിട്ട് നോക്കി നമ്മളിവിടെ പോയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം, ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇന്നലെ ടോക്കിയോന്ന് ഇങ്ങോട്ട് ട്രെയിൻ ട്രാവൽ ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ടിക്കറ്റൊക്കെ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ട്രാവൽ ഏജൻറ്റ്സ് തന്നെ പറഞ്ഞു തരും. നല്ല ട്രാവൽ ഏജൻറ്റ്സ് ആണെങ്കിൽ അവർ സ്ഥിരം ചെയ്യുന്ന പണിയല്ലേ, അവർ തന്നെ നമ്മൾ ഗൈഡ് ചെയ്യും, കറക്റ്റാണ് ചെയ്യാൻ. ഇവിടെ ജപ്പാനിൽ മിക്ക സ്ഥലത്തും കൂടുതൽ ക്യാഷാണ് അവർ ചോദിക്കുന്നത്. പറ്റിയ കുറച്ച് കറൻസി നമ്മൾ മാറ്റി കൊണ്ടുവരിക. നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ലാസ്റ്റ് ഡേ നമുക്ക് യൂൺ അധികം കിട്ടിയില്ല, കുറച്ച് ഡോളേഴ്സായിരുന്നു. അത് ഞങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് എയർപോർട്ടിൽ വെച്ച് തന്നെ ഡോളേഴ്സ് മാറ്റി യെന്നാക്കി. പിന്നെ ഇവിടെ സാധനങ്ങൾക്കൊന്നും ഈ ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ടു എക്സ്പെൻസീവ് അല്ല. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ പിള്ളേർ പറയായിരുന്നു സാറയിലൊക്കെ നമ്മുടെ നാട്ടിനേക്കാൾ വില കുറവുണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ. ഭക്ഷണവും നമ്മളിങ്ങനെ ഞെട്ടിപ്പോകുന്ന പോലത്തെ ബില്ലൊന്നും വരത്തില്ല. നമ്മുടെ നാട്ടിലേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല. നമ്മൾ പണ്ടെപ്പോഴും യൂറോപ്പിൽ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് ഫസ്റ്റ് മീൽ കഴിക്കാൻ പുറത്തു പോയേ. എന്നിട്ട് അവിടെ പോയിട്ട് എന്തോ അതൊക്കെ ഓർഡർ ചെയ്ത് പകുതി പേരും അതൊക്കെ വേസ്റ്റ് ആക്കുക തന്നെ ചെയ്തു. പക്ഷേ ഒരു വല്ലാത്ത ബില്ലാണ് വന്നത്. ലൈക്ക് സം 20,000 30,000 ഒക്കെ പോലെ തോന്നുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് അങ്ങനത്തെ ഒരു ബില്ല് വന്നു അന്ന്. ഐ റിമെമ്പർ നമ്മളൊക്കെ ഇങ്ങനെ ഞെട്ടിയോ ഇങ്ങനെ ഇത്രയും എമൗണ്ട് ആവും, അങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്. ഇവിടെ അങ്ങനെയൊന്നും ഫീൽ ആവത്തില്ല, കുഴപ്പമില്ല. പിന്നെ അത്ര ഇന്നലെയൊക്കെ നമ്മളൊക്കെ പോയി കഴിച്ച് നല്ലപോലെയൊക്കെ കഴിച്ചപ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ 2500 3000 അതിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അതും ഇതും നോൺ വെജും ഒക്കെ നമ്മുടെ നാട്ടിലായാലും അതുപോലത്തെ ഒരു നല്ല ഹോട്ടലിൽ പോയിട്ട് നമ്മളിപ്പോൾ മട്ടനും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്താൽ അതുപോലെ ബില്ല് വരുമല്ലോ, അത്ര തന്നെ ഇവിടെ ആവുന്നത്. ആൻഡ് വളരെ സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. ഈ വെളിയിൽ നിന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇവിടെ എന്നും മറ്റേ എർത്ത് ക്വേക്കാണോ, എന്നും വോൾക്കാനോ ആണോ, എന്നും സുനാമി ആണോ എന്നൊക്കെ ഉള്ളൊരു ഫീൽ കാണും. പക്ഷെ നമ്മൾ വന്നതും പോയതുമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും നാച്ചുറൽ കലാമിറ്റികളുടെ ഒരു ഇഷ്യൂസും ഇല്ലായിരുന്നു. വളരെ സേഫായിരുന്നു. വെതർ ഭയങ്കര നല്ലതായിരുന്നു. ഫസ്റ്റ് ഡേ മാത്രമായിരുന്നു മഴ, അല്ലാതെ നല്ല ലുക്ക് അറ്റ് ദാറ്റ്. എനിക്ക് ഈ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ എത്ര നേരം വേണോ ഇരിക്കാൻ തോന്നുന്നു കേട്ടോ. സോ പീസ്ഫുൾ. ഇത് ഇവിടുത്തെ ഒരു ടെമ്പിളാണ്. ഈ ഒരു ടെമ്പിൾ ഇവിടുത്തെ പണ്ടത്തെ ഒരു 300 years ബിഫോർ ഒരു റൂളർ അയാളുടെ ഒരു കാസിൽ പോലെ യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഇതിനകത്തൊരു കിണറുണ്ട്. ആ കിണറിൽ കൂടെ അണ്ടർഗ്രൗണ്ടൊക്കെ പോകാൻ പറ്റും. ഇത് ഓപ്പോസിറ്റ് കാണുന്ന ഒരു വീടായിരിക്കും കേട്ടോ. ബ്യൂട്ടിഫുൾ. ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായൊരു ഇങ്ങനെ ഒരു വളവുണ്ട്. ഈ ഷേപ്പിലുള്ളൊരു വീട് ട്രിവാൻഡ്രത്ത് പാറ്റൂര് കഴിഞ്ഞ് നമ്മൾ ചാക്ക റോഡിലോട്ട് പോകുമ്പോൾ ഇടതുവശത്ത് ഈ ഷേപ്പിൽ കെട്ടിയൊരു വീടുണ്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് ആ വീട് കെട്ടിയത്. ഇങ്ങനെ ഓട് ഡാർക്ക് ഷെയ്ഡ്, ഇത് ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ഓടായിരിക്കും. ഇങ്ങനെ അതിൻ്റെ എഡ്ജ് വരും. അപ്പോൾ ആ വീട് ഇപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ആ വീട് കാണുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഓർമ്മ വരും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിവിടെ വന്നിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാണിപ്പോയിട്ട് നോക്കി. അപ്പോൾ മിക്ക ദിവസവും ഇത് ലൈക്ക് തായ് കൈൻഡ് ഓഫ് ഫുഡ് കഴിക്കും. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും പറയില്ല, മൂണി പോയാലും അവിടെ ഒരു നായരുടെ ഒരു ചായക്കട കാണുന്നു. പക്ഷെ ഇവിടെ മലയാളികളുടെ കടയൊന്നും കണ്ടില്ല. കൂടുതൽ ഇന്ത്യൻ പേരുള്ള ധാരാളം റെസ്റ്റോറൻറ്റ്സ് ഞങ്ങൾ പോയി. പക്ഷേ മിക്ക റെസ്റ്റോറൻറ്റും നടത്തുന്നത് നേപ്പാളീസ് ആൾക്കാരാണ്, ഇന്ത്യൻസ് അല്ല, നേപ്പാളികളാണ്. അവർക്ക് ഇന്ത്യയൊക്കെ വലിയ ഇഷ്ടമാണ്. ഹോട്ടലിൻ്റെ പേര് അന്നം,
ന്യൂഡൽഹി, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. പക്ഷേ എല്ലാം നേപ്പാളികളാണ്. വേറെ എൻ്റെ പേര് ഗണേശ്, നമ്മൾ പോയില്ല, ഗണേശ് നേപ്പാളികളാണ്, ഇന്ത്യൻസ് അല്ലായിരുന്നു. പക്ഷെ തരുന്ന ഭക്ഷണങ്ങളെല്ലാം ഇന്ത്യൻ ഫുഡാണ്. ഞങ്ങൾ എന്നാൽ ഫ്യൂജി മൗണ്ടൻ കാണാൻ, അതൊക്കെ എൻ്റെ അടുത്ത എൻ്റെ വേറെ വ്ളോഗിലായിരിക്കും ആ പോർഷനൊക്കെ വരാം. അവിടെ പോയപ്പോൾ അവിടെ നമ്മളെ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പോയപ്പോൾ ധാരാളം ഫോറിനേഴ്സ് വന്നിട്ട് അവർ ഈ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവർ ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്യുന്നതാണ് ബട്ടർ നാനും ബട്ടർ ചിക്കനും അതുപോലത്തെ സാധനങ്ങൾ. എനിക്ക് തോന്നുന്നത് നമുക്ക് KFC, പിന്നെ പീറ്റ്സ, പാസ്ത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് യൂണിവേഴ്സൽ രീതിയിൽ നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്ന ഫുഡുണ്ടല്ലോ, വി ഗോ ടു അതുപോലത്തെ റെസ്റ്റോറൻറ്റ്. അതുപോലെ ഈ നാനും നമ്മൾ ബട്ടർ ചിക്കൻ പോലത്തെ കറികളും, പിന്നെ പറ്റുകയാണെങ്കിൽ ചില അവൈലബിൾ ഉള്ള സ്ഥലത്തൊക്കെ ഈവൻ ഇഡ്ഡലി ഭയങ്കര പോപ്പുലറാണ് എമംഗ് ഫോറിനേഴ്സ്. അതെന്തോ ഈ സൗണ്ട് കേട്ടോ, അവിടുത്തെ കാക്കയുടെ സൗണ്ടാണോ? ആ തോരിക്കുന്നൊരു കാക്ക, അയ്യോ കണ്ടോ? ആ കാക്ക ഉണ്ടാക്കിയ സൗണ്ട് അവിടുത്തെ ജാപ്പാനീസ് കാക്കയ്ക്ക് സ്പെഷ്യൽ സൗണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ഞാനൊക്കെ അവരൊക്കെ ഓർഡർ ചെയ്ത് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം. ഇവർക്ക് നമ്മുടെയൊക്കെ ഫുഡ് ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് ഏതോ ഒരു ഹോട്ടലിൽ ഫസ്റ്റ് നമ്മൾ പോയൊരു ഹോട്ടലിൽ ഓർഡർ ചെയ്ത നാൻ ഒരു രക്ഷയില്ലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാനിനേക്കാൾ അടിപൊളിയായിരുന്നു. വേറൊരു കാര്യം ഞാനിവിടെ നോട്ടീസ് ചെയ്തത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി ഓഫ് ഫുഡ്. എന്ത് സാധനം നമ്മൾ ഇപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് അത് കഴിച്ചാലും നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ 100%. അതിനേക്കാൾ ബെറ്റർ ആക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ക്വാളിറ്റിയാണ് നമ്മൾ ഈ കഴിക്കുന്ന ഏത് ഭക്ഷണം. ഒരു കാരമൽ കസ്റ്റേർഡി അടുത്ത് വാങ്ങിയായിരുന്നു. ആ ഓരോ സ്പൂണിങ്ങനെ കഴിക്കുമ്പോഴും നമുക്കത് ആ മെൽറ്റ് ചെയ്യണ ഒരു ഫീൽ, നമുക്ക് അതിൽ അവർ ഉപയോഗിച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതുപോലെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കള്ളത്തരം ഒന്നുമില്ല. ഇവിടെ ടിപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് ഹോട്ടൽസിൽ എവിടെയും. ടിപ്പ് ആർക്കെങ്കിലും കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. എന്താല്ലേ, നമ്മുടെ നാടിങ്ങനെ ആയിരുന്നെങ്കിൽ ടിപ്പ് കൊടുക്കാനേ പാടില്ല. ഒരു 10 പൈസ ബാക്കി വന്നാലും അവർ തിരിച്ചു തരും. നമ്മളവിടെയാണ് ഫുഡ് കഴിച്ചിട്ട് ടേബിളിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ വെച്ചിട്ട് പോകണമല്ലോ, വെച്ചിട്ട് പോയാൽ അവർ തിരിച്ച് വിളിച്ച് നമുക്ക് തിരിച്ച് തന്നു കൊടുക്കണം. അവർക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ്. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളി. ഇതുവരെ നമുക്ക് ഒരു സ്റ്റമക്ക് അപ്സെറ്റ് ഫീലോ അങ്ങനെ ഒന്നുമില്ല നമ്മൾക്ക് ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണം. എല്ലാത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി, ഒരു ബ്രെഡ് എടുത്താലും ഒരു ജാം ആയാലും ബട്ടർ ആയാലും എനിത്തിങ് യു ടേക്ക് ക്വാളിറ്റി അടിപൊളിയാണ്. സോ ഈ ജപ്പാൻ എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലൊന്നും ഇല്ലായിരുന്ന സ്ഥലമായിരുന്നെങ്കിലും ഇവിടെ വന്നതിൽ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് താങ്ക്സ് ടു ഹൻസിക ഹൂ ഷിൻചാൻ കാർട്ടൂണും കണ്ടിട്ട് വട്ടി പിടിച്ചില്ല, എനിക്ക് ജപ്പാനിൽ പോകണം എന്ന് പറഞ്ഞ് കൊച്ചിലെ തൊട്ട് പാട്ട് പാടുമായിരുന്നു. പണ്ടൊക്കെ ഹൻസിക അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും പ്രാക്ടിക്കലായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നതേ ഇല്ല. ഞാനൊക്കെ ആലോചിക്കുന്നു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ എന്തെങ്കിലും പോകണമെങ്കിൽ നമുക്ക് വല്ല യൂറോപ്പോ, നമ്മുടെ ഒരാഗ്രഹം സ്വിറ്റ്സർലാൻഡും പാരീസോ ലണ്ടൻ അതൊക്കെ ഒന്ന് കാണാൻ പോകണം. അല്ലാതെ ഇനിയിപ്പോൾ ജപ്പാൻ വരെ കാശ് മുടക്കി ആര് പോവും എന്നൊക്കെ ഞാനന്ന് ചിന്തിച്ചിരുന്നു. ഒരിക്കലും അത് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലാകും എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമേ അല്ല. ഇവിടുത്തെ ഒരു ഫേമസ് ചെടിയാണിത്, എവിടെ നോക്കിയാലും കാണും. പക്ഷെ ഈ പൂവും ഈ ചെടിയും ഊട്ടിയിലുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഊട്ടിയിൽ ഞങ്ങളൊക്കെ പോകുന്ന ഒരു അമ്പലം ഉണ്ടായിരുന്നേ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി നടന്ന് ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ഒരു കുഞ്ഞു പാലമൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഒരു അമ്പലം. അപ്പോൾ അവിടെ നമ്മൾ മാസത്തിൽ വൺസ് എ മന്ത് സംതിങ് ഏതോ സൺഡേസിൽ അമ്പലത്തിൽ പോകാൻ താല്പര്യമുള്ള. അപ്പോൾ ഈ ഒരു സൺഡേ 2 ഹൗസിനെ കൊണ്ടുപോകും, പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സൺഡേ മറ്റ് ഹൗസിലെ പിള്ളേരെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പൊതുവേ ഒന്ന് ബോർഡിങ്ങിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഒന്ന് നല്ലപോലെ ഒന്ന് ആ ഒരു റോഡ് നമുക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പം ഞാൻ പോകുമ്പോൾ സുലു ഹസീനയും കൂടെ പൊക്കിക്കൊണ്ട് പോയി എൻ്റെ കൂടെ വരുന്നതിന് അവർക്ക് ഒരുപാട് വഴക്കം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെൻ്റെ കൂടെ വരുമായിരുന്നു. അവിടെ പോകുമ്പോൾ ഇതുപോലത്തെ ആ അമ്പലത്തിനകത്ത് നിറയെ നിൽക്കും. അവിടെ പോകുമ്പോൾ അമ്പലത്തിൽ കഴിക്കാനൊക്കെ സാധനങ്ങൾ തരും. അപ്പം നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, അതൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ.
ഈ പൂ കാണുമ്പോൾ എൻ്റെ മനസ്സ് അങ്ങ് ഓടി അവിടെ എത്തും കേട്ടോ. ഊട്ടിയിൽ ആ അമ്പലത്തിൽ ഒരു വലിയ മരത്തിലൊരു 100ഓളം പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കും. ഇവിടെ ധാരാളം സ്ഥലത്ത് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന ചെടിയിലൊക്കെ നോക്കിയേ, മൊട്ട് കണ്ടോ, മൊട്ട് വന്നിക്കുക. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുന്ന ഈ ഒരു ഏരിയയുടെ ലുക്ക് ഇതായിരിക്കത്തില്ല. ഇത് ഫുൾ ഏതെങ്കിലും വെള്ള കളറോ പിങ്ക് കളറോ ഫുൾ പൂത്ത് നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെല്ലാം എനിക്കൊന്ന് എഡിറ്റ് ചെയ്യണമെന്നൊന്നും സമയം കിട്ടുന്നില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് എനിക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. ഇതുപോലെ എങ്ങനെയാണ് ജപ്പാനിൽ പോവുക, ലൈക്ക് ഇസ് ഇറ്റ് വെരി എക്സ്പെൻസീവ് ആണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ടിക്കറ്റൊക്കെ അത്യാവശ്യം നല്ല കാശാണ്. 1 lakhിൽ കൂടുതലാവും നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വരുമ്പോൾ ടു ആൻഡ് ഫ്രോ. എനിക്ക് തോന്നുന്നു UK പോയപ്പോൾ ഇതിനേക്കാൾ കുറവായിരുന്നു. ജപ്പാൻ ടിക്കറ്റ് നമുക്ക് അത്യാവശ്യം എക്സ്പെൻസീവാണ്. മെയിൻലി ഈ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ. ഈ ചെറി ബ്ലോസം സീസണാണ് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ജപ്പാനിൽ വരുന്നത്. അതുകൊണ്ട് ആ സീസണിലാണ് ടിക്കറ്റ്സിന് റേറ്റ് കൂടുതൽ. നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാനുള്ള ടിക്കറ്റിന് എങ്ങുമില്ലാത്ത പ്രൈസായിരിക്കും. ചിലപ്പോൾ ഒരു ചെന്നൈ പോകണമെങ്കിൽ വരെ നമുക്ക് ഒരുപാട് കാശ്. അത് ആ സീസൺ ആകുമ്പോഴാണ് ഈ ഫ്ലൈറ്റ് കമ്പനികൾ മാക്സിമം കാശുണ്ടാക്കുന്നത്. നമ്മളിങ്ങോട്ട് വന്ന സിംഗപ്പൂർ എയർലൈൻസിലായിരുന്നു. അത് ട്രിവാൻഡ്രത്ത് നിന്ന് സിംഗപ്പൂർ വരെ സ്കൂട്ടായിരുന്നു. സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു. കംഫർട്ടബിൾ ഫ്ലൈറ്റൊക്കെ ആയിരുന്നു. ഹോട്ടൽസ്, ടോക്കിയോയിലെ ഹോട്ടൽസ് ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. മറ്റു സ്ഥലങ്ങളിൽ അത്ര ഓവറായിട്ട് എക്സ്പെൻസീവ് അല്ല. എന്നാലും അത്യാവശ്യം നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. നമ്മളൊരു ബഡ്ജറ്റിന് അനുസരിച്ചുള്ള നോക്കിയെടുക്കാം. നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടലിൽ, ഈ കനസാവ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹോട്ടലിലെ റൂം അത്യാവശ്യം വലുതാണ്. ടോക്കിയോയിലെ റൂം വളരെ കുഞ്ഞായിരുന്നു. ഞാനും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മൾ തമ്മിൽ ഇടിക്കും. അത്രയ്ക്ക് കുഞ്ഞു റൂമായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു കുഞ്ഞു റൂമുകളാണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു ട്രെൻഡ്. ബാത്റൂം വരെ വലുതായിരുന്നു. റൂം വളരെ വളരെ കുഞ്ഞായിരുന്നു. ബെഡ് കഴിഞ്ഞൊരു കുഞ്ഞു ടേബിളും കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സ്പേസ് ഇല്ല. നമ്മളെ പെട്ടി പോലും വെക്കാൻ സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വലിയ ലഗേജ്, നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു 15 ദിവസം ട്രിപ്പിന് വരുമ്പോൾ വലിയ ലഗേജും കാണും, പെട്ടിയും കാണും, കുറേ വെയിറ്റുള്ള പെട്ടിയൊക്കെ കാണും. അപ്പം നമുക്ക് അതും തൂക്കി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ പിന്നാലേക്ക് ഓടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6-ാം തീയതിയാണ് ട്രാവൽ ചെയ്യണത് എങ്കിൽ 5-ാം തീയതി വൈകുന്നേരം നമ്മുടെ അല്ലെങ്കിൽ 5-ാം തീയതി ഡേ ടൈം നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് പിറ്റേന്ന് 6-ാം തീയതി യൂസ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഒരു കുഞ്ഞു പെട്ടി വെച്ചിട്ട് ബാക്കി നമ്മളെ പെട്ടി ചെറിയൊരു എമൗണ്ട് ആവും. അത് കൊടുത്താൽ ഇവർ കൊറിയർ സർവീസ് പോലെ ഞങ്ങളിവിടെ മറ്റേ സ്ഥലത്തെ ഹോട്ടലിൽ എത്തുമ്പോൾ നമ്മുടെ പെട്ടി ഇവിടെ എത്തും. സോ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വലിയ പെട്ടിയായിട്ട് ട്രെയിനിൻ്റെ പിന്നാലെ ഓടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പലയിടത്തും സ്റ്റെപ്പ് കയറണം, സ്റ്റെപ്പ് ഇറങ്ങണം, അവിടെ എസ്കലേറ്ററൊന്നും ഇല്ലാത്ത സ്പേസസ് ഉണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇന്നലെ കുഞ്ഞു പെട്ടിയായിരുന്നുകൊണ്ട് വളരെ കംഫർട്ടബിളായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ 4 പെട്ടി ഞങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ അത് വളരെ പോസിറ്റീവായൊരു കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇവർക്ക് ഉച്ചയ്ക്ക് KFC കഴിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾക്കാണെങ്കിൽ KFC കഴിക്കാൻ വലിയ മൂഡില്ല. ഇനി എവിടെയാണ് ലഞ്ച് കഴിക്കാൻ നമ്മൾ അവസാനം ലാൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. പിള്ളേരൊക്കെ എന്ത് ചെയ്യണം നോക്കാം. ആരാ ഈ ജപ്പാനീസ് കുട്ടി? എനിക്ക് നാട് ഇഷ്ടപ്പെട്ടോ വാവേ? Yeah, I mean it's my boyfriend's land, so You like it here? love it. Huh? നമുക്ക് ഇവിടെ വെയിലാണ് സുഖം തരുന്നത്. That's a different thing. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെയിലത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല, കരിഞ്ഞു പോകും. അമ്മ ഗസ് ചെയ്ത് കറക്റ്റാ. KFC കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏത് ഏരിയയിൽ പോയാലും ഇവിടെ ഡ്രെയിനേജ്, ഈ വെള്ളം ഒഴുകി പോകാനുള്ളതിന് ഇതുപോലെ നല്ല സ്റ്റാൻഡേർഡായിട്ട് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. എവിടെ നോക്കിയാലും ഏത് ഏരിയയിലും. ആൻഡ് റോഡിലൊക്കെ ടാറല്ല, മറ്റൊരു സംഭവം നോക്കി,
നമ്മുടെ പഴയ മൊസൈക്ക് മോഡലിലുള്ള ഒരു സാധനമാണ്. പലയിടത്തും ചെറിയ ക്രാക്സ് ഒക്കെ കാണും. അത് ഒരു പക്ഷേ ഇവരുടെ എർത്ത് ക്വേക്ക് പണ്ട് വന്നപ്പോഴുള്ള അതിൻ്റെ ഒരു പ്രഷറിൽ വന്നതായിരിക്കാം. പക്ഷേ ഇവിടെ എന്താ പൊളിഞ്ഞൊന്നും കിടക്കുന്നില്ല കേട്ടോ. ഈ ക്രാക്സ് ഒക്കെ ഇതൊന്നും അവർ പീരിയോഡിക്കലി ക്ലിയർ ചെയ്യുമായിരിക്കും. പക്ഷെ ടാറല്ലാത്തൊരു മെറ്റീരിയൽ നോക്കിയേ മിക്ക സ്ഥലത്തും. അത് കൊള്ളാം. ഞാൻ പറഞ്ഞ ഡ്രെയിനില്ലേ നോക്കിയേ, എവിടെ ഉണ്ടോ അതാണ് കേട്ടോ. ലൈക്ക് ഇറ്റ്സ് സോ ക്ലീൻ. ആൻഡ് എനിക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടുത്തെ ഈ മാൻ ഹോളിലെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻ കാണും. എല്ലാ മാൻ ഹോളിലും ഡിസൈൻ. തറ നോക്കിയേ, ടാറിനേക്കാൾ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഇതുപോലത്തെ സംഭവങ്ങളാണ്. എല്ലാ ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറത്തും വെള്ളം ഒഴുകാനായിട്ട് എത്ര നീറ്റായിട്ടാണ് ഓടകൾ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മളിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ആ കട അടിപൊളിയായിരുന്നു, എന്ത് കണ്ടാലും എടുക്കാൻ തോന്നും. പക്ഷെ ലഗേജ് ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അധികമൊന്നും എടുത്തില്ല. വീപ്പിംഗ് ചെറി ബ്ലോസം. ബോൺസായി പാറ്റേണിലാണ് ഇവിടുത്തെ മിക്ക മരങ്ങൾ നിൽക്കുന്നത്. നോക്ക്, ബോൺസായുടെ രാജാക്കന്മാരാണ് ഈ നാട്ടുകാർ. നോക്ക്, വളരെ ഹ്യൂജ് ആവേണ്ട ട്രീകൾ പലയിടത്തും ഇതുപോലെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അടുത്തൊരു ചെറിയ ബ്ലോസം, കുഞ്ഞു മരം. അടുത്ത ബോൺസായി. ഇതല്ലെങ്കിൽ എന്ത് ജൈജാന്റിക് മരമാവേണ്ടതാ. അടിപൊളി. ഇതൊന്ന് നോക്കിയേ, എന്ത് ചെടിയാണോ. നമ്മുടെ ഒരു ക്യാബേജിന്റെയോ ബ്രോക്കോളിയുടെയോ ഒക്കെ ഒരു പാറ്റേൺ. സോ ബ്യൂട്ടിഫുൾ. ഇഷ്ടപ്പെട്ട അൻസുകുട്ടി? ഒരു ഈവനിങ് വാക്കിന് വന്നു. ഒരു അടിപൊളി റിവർ.
കുറേ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഫുള്ള് ചെറി ബ്ലോസം ചെടികളാണ്. വെള്ളമൊക്കെ ലൈക്ക് പെർഫെക്റ്റ്ലി ക്ലീൻ. ആൾക്കാരൊക്കെ അഴുക്കൊന്നും ആക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ലാത്ത രീതിയിൽ കെട്ടിയിരിക്കുന്നതൊക്കെ. റിവർ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ നടക്കണ പോലത്തെ ഒരു സ്പേസ്. മുകളിൽ വണ്ടി, ഇവിടെ ഇത്രയും ഒരു സ്പേസ്. രണ്ട് സൈഡിലും ആൾക്കാർക്ക് ഓടാനും സൈക്കിൾ ഓട്ടാനും. അടിപൊളി. ഇനി ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം. അയ്യോ, എത്ര നടന്നെന്ന് എനിക്കൊരു പിടിയില്ല. കണ്ടാൽ അധികം ദൂരം തോന്നിക്കത്തില്ല, പക്ഷെ കുറേ നടന്നു. ചെറി ബ്ലോസം മരങ്ങൾ ലാവിഷായിട്ട് എല്ലാവരും കണ്ടോളൂ. ഇത് വൈറ്റാ, പിങ്ക് ഷെയ്ഡാണ് കുറച്ചുകൂടെ ഭംഗി. നമ്മൾ അങ്ങനെ ഇന്ന് രാവിലെ കാറിൽ പോയപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കണ്ടു. അങ്ങനെ അമ്മൂക്ക് ആ ലൊക്കേഷൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം ആ സ്ഥലം ഒന്ന് ആസ്വദിക്കാൻ വന്നു. Look at this place. It is like so beautiful. ഒരു ബ്യൂട്ടിഫുൾ റിവർ. കുഞ്ഞു 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 ചെറിയ വാട്ടർഫോൾസ് കാണാം. ബ്ലൂ വാട്ടർ, ക്ലീൻ വാട്ടർ. രണ്ട് സൈഡിലും ഇതുപോലെ ചെറിയ ബ്ലോസം മരങ്ങൾ. സോ ഗുഡ്. ശരിക്കും ഒരു ഡ്രീം പോലെയുണ്ട്. നേരും നമ്മൾ കാണുന്നത്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്, ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഡ്രീം. ചെറി ബ്ലോസം പൂക്കൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചു. ലൈക്ക് ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂ കാലം നീ തന്നു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നോക്കിയേ, ഓ എന്തുമാത്രം ആ പൂവിൻ്റെയൊക്കെ ക്ലോസപ്പ് നോക്കിയേ. മണമില്ല, അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. മണം, ഒരു തരത്തിലുള്ളൊരു മണമില്ല. നമുക്ക് കണ്ടാൽ ഭയങ്കര മണമുണ്ടെന്ന് തോന്നിച്ചു. മണമില്ലാത്ത നന്നായി. അല്ലെങ്കിൽ ഈ നാട് മുഴുവൻ ഇത് പൂക്കുമ്പോൾ ആ മണം എത്ര പേർക്ക് ഇഷ്ടപ്പെടാത്ത മണമായിരിക്കും. ആ മണം വന്നാൽ പിന്നെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ അവിടെ ഇഷാനിയും അൻസും അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നു. സോ ലൈക്ക് ലെറ്റ് മീ എൻജോയ്. ഒരു സ്ഥലത്ത് വന്നിരുന്ന നമ്മൾ സ്ട്രോബെറി കഴിച്ചോണ്ടിരിക്കും. ഒരു സെക്കൻഡ് ഈ ക്യാമറയിലേക്ക് നോക്കുവോ? That was one beautiful day, beautiful evening. ആ വെള്ളത്തിൻ്റെ സൗണ്ട് ഒന്ന് നോക്കിയേ. സോ നൈസ്. ഇവിടെ ജപ്പാനിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും അധികം നോട്ടീസ് ചെയ്യാണ് ടൊയോട്ടയുടെയും ഹോണ്ടയുടെയും ഒക്കെ നമ്മൾ
നമ്മുടെ നാട്ടിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് കാറുകൾ. എന്തൊക്കെയാ ഞാനിങ്ങനെ നോക്കട്ടാ, എത്ര പേര്, എന്തൊക്കെ ഡിഫറെന്റ്. നമ്മുടെ നാട്ടില് ടൊയോട്ടയുടെയൊക്കെ ഒരു 4-5 വേരിയൻസ് അല്ലേ ഉള്ളു. ഇവിടെ ഇഷ്ടം പോലെ, ഇവിടുത്തെ നാട്ടിലാണല്ലോ, ഈ നാട്ടിന്റെ ആണല്ലോ ടൊയോട്ട. അതുപോലെ നമ്മുടെ നാട്ടിലെ മാരുതി സുസുക്കി ഇവരുടേതാ. അപ്പൊ അതിന്റെ എംബ്ലം ഉള്ളതും ഒരുപാട് കാറുകൾ, എന്തൊക്കെയോ പേരുള്ള വലുതും ചെറുതുമായിട്ട് ധാരാളം കാറുകളുണ്ട്. ഈവൻ ഹോണ്ട നമ്മുടെ നാട്ടിൽ 4-5 സംഭവങ്ങളേ ഉള്ളു. ഇവിടെ അതും ഇഷ്ടം പോലെ കണ്ടു. ഇവിടെ ടാക്സിയൊക്കെ വിളിച്ചാൽ ഭയങ്കര പ്രോംപ്റ്റ് ആണ്. വിത്ത് നോ ടൈം എത്തും. വളരെ വെൽ ഡ്രസ്ഡ് ആൻഡ് വെൽ ബിഹേവ്ഡ് ആയിരിക്കും ഡ്രൈവേഴ്സ്. ആൻഡ് ഇതുവരെ നമ്മൾ പോയ മിക്ക കാറുകളും, ഓൾമോസ്റ്റ് 90% കാറുകൾ ബാക്ക് സീറ്റിലെ ഡോറ് താനേ തുറക്കുന്നതായിരിക്കും, നമ്മൾ തുറക്കണ്ട. അടിപൊളി. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാറിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം നോട്ടീസ്. ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കുറേ ടൊയോട്ടയുടെ കാറുകൾ പോകുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണം. പിന്നെ ഞാൻ ഫോൺ ബാഗിൽ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ക്രോസ് ചെയ്തിരിക്കും. അതാ എടുക്കാതെ. എത്ര വേരിയൻറ്റ് ഇവിടെ ഉണ്ടെന്ന് കൂടി എനിക്കറിയില്ല. ബട്ട് നൈസ്. പിന്നെ ഇവിടെ റോഡിലൊന്നും ഡസ്റ്റ്ബിൻ കണ്ടില്ല. പിള്ളേർ പറയുന്നുണ്ട് നോക്കി ഇവിടെ റോഡുകളിൽ എവിടെയും ഡസ്റ്റ്ബിൻസ് കണ്ടില്ല. പക്ഷെ എവിടെയും ഒരു കച്ചടയും കണ്ടില്ല. ലൈക്ക് ഒരു വേസ്റ്റ് ആൾക്കാർ വെളിയിടുന്നതോ അങ്ങനെ ഒന്നും കണ്ടില്ല. ഈവൻ മറ്റൊരു സംഭവം, പോലീസുകാരെയൊന്നും ഞാൻ അധികം കണ്ടില്ല റോഡിലൊക്കെ. മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ധാരാളം പോലീസുകാരെയൊക്കെ കാണും. പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നിന്ന് കുറച്ച് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നതും കുറച്ച് റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ മിക്ക മറ്റു രാജ്യങ്ങളിൽ പോയാലും പൊതുവെ നമ്മൾ കാണും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനും എവിടെ പോയാലും ഒരു ക്യൂ പോലെയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ കുറച്ചൊരു ബാഡ് ബിഹേവിയർ നമുക്ക് ഫീൽ ചെയ്യും മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ. ഇവിടെ നമ്മൾ ഫ്യൂജി മൗണ്ടൻ കാണാനൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ക്യൂ ആയിരുന്നു. പക്ഷെ അവിടെ പോലും നമുക്കൊരു ടൈമുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഫോട്ടോ എടുത്തൊന്ന് നിൽക്കുവാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ അവരെല്ലാം ഓടിച്ചു വിടില്ലേ, ഗെറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ അവർ പുഷ് ചെയ്യും. പക്ഷെ ഇവിടെ അവരെന്നെ തൊഴിൽ കാണിക്കുക ഇങ്ങനെ എന്നുവെച്ചാൽ വളരെ എങ്ങനെയാണ് ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഈ ഹോൾ ഗ്രൂപ്പ് ഓഫ് ഈ ഒരു കൺട്രി മുഴുവനുള്ള ആൾക്കാരും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരും അല്ലാത്ത ആൾക്കാരും ടൂറിസ്റ്റുകൾക്കൊക്കെ തന്നെ ഈ ബിഹേവിയർ കാണുമ്പോൾ എല്ലാവരും കുറച്ച് അറ്റ് പീസാണ്. ലൈക്ക് ആ ഒരു വയലന്റ് നേച്ചറൊക്കെ ഉള്ളവരും കുറച്ചൊന്നും, നമ്മൾ പോലും വളരെ ഉറച്ച് സംസാരിക്കുന്ന ആൾക്കാർ, നമ്മൾ തന്നെ ഭക്ഷണ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചിരിക്കും. കോമഡിയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു രീതിയല്ലേ ഉറച്ച് ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ പതുക്കെ സംസാരിക്കും. സോ ലൈക്ക് ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 2, 3, 4, 5, 6, 7, 6th ഡേ, 6 ദിവസമായി ടോക്കിയോയിൽ നിന്ന് നമ്മൾ ഈ സ്ഥലത്ത് വന്നു. സ്ലോലി ഓരോ ദിവസം കഴിയുന്നതോറും ലൈക്കിംഗ് ദ പ്ലേസ് ഈവൻ മോർ. വെരി നൈസ്. ആൻഡ് അഗൈൻ എ ബിഗ് താങ്ക് യു ടു ഹൻസിക. വെറുതെ അവളൊരു കോമഡിക്ക് ജപ്പാനിൽ പോകണം എന്ന് പറയുന്നതാണ് ഞങ്ങൾ ജപ്പാനിലെത്തിയത്. അല്ലെങ്കിൽ ജപ്പാൻ ഒരു പക്ഷേ നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ അടുത്ത കാലത്തൊന്നും ചിന്തിക്കാതെ പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നത് നന്നായി. എനിക്കിപ്പോൾ തന്നെ ഒന്ന് തറയിരുന്നിട്ട് എണീക്കാൻ പറ്റുന്നില്ല. അധികം കുറച്ചുകൂടെ ഒരു 5-10 വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഇതുപോലെ വന്ന് ഓടി നടന്ന് ഇവരുടെ പിന്നാലെ ഓടാൻ പറ്റില്ലല്ലോ. സോ മേ ബി വൺ ഓഫ് ദ ലാസ്റ്റ് 10 yearsനകത്ത് നമുക്കൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടും ഓടി നടന്ന രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. സോ ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്, മേക്ക് ലോട്ട്സ് ഓഫ് മണി, save up little and come on trips like this. Nice. കിച്ചു വീട്ടിലുണ്ട്. ഓജിയൊക്കെ മാൽദീവ്സിൽ പോയൊക്കെയാണ്. എൻ്റെ പാരൻസ് വീട്ടിലുണ്ട്. ഡാഡിയുടെ കാലിൻ്റെ ഒരു മുറിവുള്ളതുകൊണ്ട് അതിന് ഡെയിലി ഡ്രസ്സിങ് വേണം. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ സ്ട്രിക്റ്റായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ പോയാൽ കുളമാക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആ കാലിക്കറ്റിൽ സുലുവിൻ്റെ മോൻ്റെ വെഡ്ഡിങ്ങിനൊക്കെ പോയി ആ സീസണിലും ഡാഡിയുടെ കാലിൽ ഇതുപോലൊരു മുറിവുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ ഇവിടെ തന്നെ നിൽക്കണം, പോകരുതെന്ന്. പക്ഷേ അവിടെ എന്തോ ചെറിയ കശിപ്പിശായിട്ട് അങ്ങ് പോയി. എന്നിട്ട് അത് വീണ്ടും കുളമായി. ഇപ്പം ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചാൽ വീട്ടിൽ തന്നെ നിൽക്കണം, ഡാഡിയുടെ കാല് നല്ലപോലെ ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇവിടുന്ന് പോകാവൂ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ നമുക്ക് പോകാൻ സമയമായി.
But I just love this place and ഈ ഒരു whole area is like in my heart. എൻ്റെ ഈ ഒരു വീഡിയോക്ക് എത്ര ഫുട്ടേജ് കിട്ടിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാലും ഉള്ളതെല്ലാം കൂടെ വെച്ചിട്ട് I'll just make one. ഇതൊരു എന്ത് വീഡിയോ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അധികം സ്ഥലങ്ങളൊന്നും കാണിച്ചില്ല. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ വന്ന അങ്ങോട്ടെടുത്ത് കുറേ പോർഷൻസ് ഉണ്ട്. ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് ഇൻ ടു വൺ അനദർ വീഡിയോ, മേ ബി 2 വീഡിയോസ്. ഐ ഡോണ്ട് നോ അത് എത്ര ഫുട്ടേജ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. എൻ്റെ പുതിയ മൊബൈലിൽ എടുക്കുന്ന വീഡിയോസിന് ക്ലാരിറ്റി ഉണ്ടോ കണ്ണ് കാണാൻ പറ്റില്ല, അറിഞ്ഞൂടാ. അപ്പോൾ എനിവേ സീ ഓൾ ഇൻ. റൂമിൽ പോയിട്ട് ഒരു ക്ലൈമാക്സും കൂടെ എടുത്തിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കി. ഓക്കെ, ബൈ. റൂമിലെത്തി ഉറങ്ങാൻ പോകുന്നു. അപ്പം ഗുഡ് നൈറ്റ്. 1-2 വീഡിയോസും കൂടെ ഇനി ജപ്പാനിലത് എൻ്റെ കാണും. അപ്പം ഇത് ഇന്നത്തെ 1 ഡേ, എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ഈ വീഡിയോക്ക് എന്ത് പേരിടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് പിള്ളേരുമായിട്ട് സംസാരിച്ച് ഇൻറ്ററാക്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എടുക്കാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ആയില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത്രയും ഞാൻ ചുമ്മാ എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് എന്തെങ്കിലും അതിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അല്ലാതെ കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തതിനകത്ത് എൻ്റെ ഫോണിൽ തന്നെ കിടക്കും. അത് നമ്മൾ വന്ന അന്നോട്ടുള്ള കുറച്ച് അവിടെ ഇവിടെ ഒക്കെ എടുത്തതൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നതൊക്കെ കാണും. ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും എനിക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി ഗുഡ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കട്ടൊന്നും ഇല്ലാതെ എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പെട്ടെന്ന് ഇങ്ങനെ ജേർക്ക്. അത് എൻ്റെ കുഴപ്പമില്ല കേട്ടോ, പുതിയ ഫോണിൻ്റെ എന്തോ പ്രശ്നമാണ്. മേ ബി എൻ്റെ ക്യാമറ സെറ്റിങ്സോ മറ്റോ എങ്ങനെയാണ് കിടക്കണമെന്ന് കൂടി എനിക്ക് അറിയത്തില്ല. ഇനി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ നേരെ ഫോണിൽ സിം മാറ്റിയിട്ടിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഇവിടെ വന്നിട്ടാണ് ഞാൻ അതിൽ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയത്. സോ എനിക്ക് അതിൽ പഠിക്കണം. ഞാനേ നോക്കി ഇതെന്തു പറ്റി ഇങ്ങനെ ഞാനിങ്ങനെ നോക്കും. എൻ്റെ വീഡിയോ പെട്ടെന്ന് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് 2 പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തു. 2 പ്രാവശ്യം. നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ തോന്നുമായിരിക്കും അതോ ഇനി പിന്നെ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അപ്പോൾ അതെന്തോ പുതിയ ക്യാമറയുടെ എന്തോ സംഭവമാണ്. ഐ ഡോണ്ട് നോ. എന്നാലും സോ ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഓൾസോ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ബൈ.